ഹലോ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിന്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ്സിനെ കുറിച്ചാണ്. Derivatives of inverse trigonometric functions. ഏതൊക്കെയാണ് inverse trigonometric functions? There are 6 inverse trigonometric functions: sin inverse x, cos inverse x, tan inverse x, sec inverse x, cosec inverse x, cot inverse x. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചാൽ അതേ മെത്തേഡിൽ തന്നെയാണ് റിമൈനിങ് ആയിട്ടുള്ള 5 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിന്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത്. First take y equal to sin inverse x. Then using property of inverse trigonometric function we get sin y equal to x. This x equal to sin y. Differentiating both sides with respect to x. ഇതേ രീതിയിൽ വന്നാൽ നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യുക. We get d by dx of x equal to d by dx of sin y. What is the derivative of x? 1. 1 equal to sin y യുടെ ഡെറിവേറ്റീവ്, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്. അപ്പോൾ കോസ് y ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് y, ദാറ്റ് ഈസ് dy by dx. Hence dy by dx equal to 1 by cos y. Next, x plus cos y in terms of x. നമ്മൾ y equal to എന്ന് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ cos y-നെ എക്സിന്റെ ടേംസിൽ എഴുതണം. ഫോർ sin y equal to x എന്ന് കിട്ടിയിട്ടുണ്ട്. Then what is cos square y? Cos square y equal to 1 minus sin square y. sin y equal to x ആയതുകൊണ്ട് 1 minus x square. അപ്പോൾ cos y equal to root 1 minus x square. Hence 1 by root 1 minus x square. അപ്പോൾ sin inverse x ന്റെ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടിയത് 1 by root 1 minus x square ആണ്. അപ്പോൾ എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഇൻവേഴ്സും ചെയ്യേണ്ടത് ഇതേ മെത്തേഡിലാണ്. ഫസ്റ്റ് ടേക്ക് y ആൻഡ് ദെൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലേക്ക് ചേഞ്ച് ചെയ്യുക. രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ ഇവിടെ വരുന്നത് എക്സിന്റെ ടേമിൽ നമുക്ക് ഐഡന്റിറ്റീസ് യൂസ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യുക. ഇതേ രീതിയിൽ വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്? ടേക്ക് y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സ്, എക്സ് ഈക്വൽ ടു കോസ് വൈ. ദെൻ എക്സിന്റെ ഡെറിവേറ്റീവ് 1, കോസ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? മൈനസ് സൈൻ വൈ കിട്ടും. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? മൈനസ് 1 ബൈ സൈൻ വൈ കിട്ടും. സൈൻ വൈ എന്തെന്നെയാണ്? റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ തന്നെയാണ്. സൈൻ സ്ക്വയർ വൈ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ വൈ ആണല്ലോ. അപ്പൊ ഇതേ രീതിയിൽ ചെയ്താൽ വി ഗെറ്റ് ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു മൈനസ് 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. ഈസ് സൈൻ ഇൻവേഴ്സ് എക്സിന്റെയും കോസ് ഇൻവേഴ്സ് എക്സിന്റെയും ഡെറിവേറ്റീവിൽ നെഗറ്റീവിന്റെ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇത് 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ, ഹിയർ മൈനസ് 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇവിടെ നെഗറ്റീവ് വരാൻ കാരണം കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ ആണ്, അതുകൊണ്ട് നെഗറ്റീവ് വന്നു. നെക്സ്റ്റ് ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. y equal to tan inverse x, tan y equal to x. Differentiating both sides we get
ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഈക്വൽ ടു 1, ടാൻ വൈയുടെ ഡെറിവേറ്റീവ്, ടാനിന്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ വൈ dy by dx, hence dy by dx equal to 1 by sec square y. അപ്പോൾ സൈൻ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ടാൻ ഇൻവേഴ്സ് എക്സും ചെയ്യുന്നത്. നെക്സ്റ്റ് സീക്ക് സ്ക്വയർ വൈന് ഈ ടാൻ വൈയിലുള്ള ഐഡന്റിറ്റി എന്താ? സീക്കും ടാനും തമ്മിലുള്ള ഐഡന്റിറ്റി സീക്ക് സ്ക്വയർ വൈ ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ. ടാൻ വൈ ഈക്വൽ ടു എക്സ്, ഇറ്റ് ഈസ് 1 പ്ലസ് എക്സ് സ്ക്വയർ. നമുക്ക് സീക്ക് സ്ക്വയർ വൈ തന്നെയാണ് വേണ്ടത്, അതുകൊണ്ട് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ദാറ്റ് ഈസ് ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. റൂട്ട് ഇല്ല, കാരണം ഇവിടെ സീക്ക് സ്ക്വയർ വൈ വരുന്നുണ്ട്. ഇതേ രീതിയിൽ കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? വൈ ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് എക്സ്, എക്സ് ഈക്വൽ ടു കോട്ട് വൈ. കോട്ട് വൈയുടെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് കൊസീക് സ്ക്വയർ വൈ. അപ്പൊ അവിടെ നെഗറ്റീവ് വന്നു, അതുകൊണ്ട് ഇവിടെ എന്ത് വരും? നെഗറ്റീവ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഡെറിവേറ്റീവ് ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു നെഗറ്റീവ് 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സും കോട്ട് ഇൻവേഴ്സ് എക്സിന്റെയും ഡെറിവേറ്റീവിലുള്ള വ്യത്യാസം നെഗറ്റീവിലാണ്. ഇതിൽ റൂട്ടില്ല, മറ്റേ സൈൻ ഇൻവേഴ്സ് എക്സിൽ റൂട്ട് ഉണ്ട്. നെക്സ്റ്റ് സീക്ക് ഇൻവേഴ്സ് എക്സും കൊസീക്ക് ഇൻവേഴ്സ് എക്സും ചെയ്യാൻ ബാക്കിയുണ്ട്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ്. നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ ഒന്ന് ചെയ്തു നോക്കിയേ. വൈ ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് എക്സ്. അടുത്ത സ്റ്റെപ്പിൽ സീക്ക് വൈ ഈക്വൽ ടു എക്സ്. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വി ഗെറ്റ് 1 ഈക്വൽ ടു സീക്കിന്റെ ഡെറിവേറ്റീവ് എന്താണ്? സീക്ക് ഇൻറ്റു ടാൻ. അപ്പൊ 1 ഈക്വൽ ടു സീക്ക് വൈ ഇൻറ്റു ടാൻ വൈ. നെക്സ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വൈ dy by dx. ഹെൻസ് dy by dx ഈക്വൽ ടു സീക്ക് വൈ ടാൻ വൈ ഡിവൈഡ് ബൈ ആയിട്ട് കിട്ടും. അപ്പൊ 1 ബൈ സീക്ക് വൈ ഇൻറ്റു ടാൻ വൈ. സീക്ക് വൈ എക്സ് ആണ്. ഇനി ടാൻ വൈ, ടാനും സീക്കും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചതാണ്. എന്താണ്? സീക്ക് സ്ക്വയർ വൈ മൈനസ് 1 ഈക്വൽ ടു ടാൻ സ്ക്വയർ വൈ. സീക്ക് സ്ക്വയർ വൈ ഈക്വൽ ടു 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ. അപ്പോൾ 1 ഈ സൈഡിലേക്ക് എടുത്താൽ സീക്ക് സ്ക്വയർ വൈ മൈനസ് 1 ഈക്വൽ ടു ടാൻ സ്ക്വയർ വൈ. അപ്പോൾ സീക്ക് സ്ക്വയർ വൈ ഈസ് എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ മൈനസ് 1 ഈക്വൽ ടു ടാൻ സ്ക്വയർ വൈ. നമുക്ക് വേണ്ടത് ടാൻ വൈ ആണ്. അപ്പൊ ടാൻ വൈ ഈക്വൽ ടു റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പൊ 1 ബൈ സീക്ക് വൈ. സീക്ക് വൈ എന്ന് പറഞ്ഞാൽ എക്സ്, ടാൻ വൈ എന്ന് പറഞ്ഞാൽ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഇതും അതേ രീതിയിൽ വൈ ഈക്വൽ ടു എഴുതുക, ട്രിഗണോമെട്രിക് ഫംഗ്ഷനിലേക്ക് ചേഞ്ച് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. സീക്കിൻ്റെത് സീക്ക് ടാൻ ആണ്. സീക്ക് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. പക്ഷെ ടാൻ വൈക്ക് നമ്മൾ ഐഡന്റിറ്റി യൂസ് ചെയ്യുമ്പോൾ റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1 ബൈ എക്സ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1. ഇനി കൊസീക്ക് എന്തായിരിക്കും? ഇവിടെ കൊസീക്ക് വരും. കൊസീക്കിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് കൊസീക്ക് വൈ കോട്ട് വൈ ആണ്. അതുകൊണ്ട് കൊസീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1 ബൈ എക്സ് റൂട്ട് എക്സ് സ്ക്വയർ മൈനസ് 1. സീക്ക് ഇൻവേഴ്സ് എക്സും കൊസീക്ക് ഇൻവേഴ്സ് എക്സിന്റെയും ഡെറിവേറ്റീവില് നെഗറ്റീവിന്റെ ചേഞ്ച് ഉണ്ട്. അപ്പൊ നമ്മൾ 6 ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷന്റെയും ഡെറിവേറ്റീവ് ചെയ്തു. അത് നമുക്കൊന്നും കൂടെ നോക്കാം. നല്ല വൃത്തി വൈകാട്ടായിട്ട് പഠിക്കുക. ഇത് നമുക്ക് ഇനി ഇന്റഗ്രേഷൻ ആയാലും എല്ലാത്തിലും ആവശ്യമുള്ളതാണ്. സൈൻ ഇൻവേഴ്സ് എക്സും കോസ് ഇൻവേഴ്സ് എക്സും 1 by root 1 minus x square. Here negative 1 by root 1 minus x square. Tan inverse x 1 by 1 plus x square. Cot inverse x minus 1 by 1 plus x square. Sec inverse x രണ്ട് ടേം ഉണ്ട് താഴെ. 1 by x root x square minus 1. Cosec inverse minus 1 by x root x square minus 1. ഇനി ഇത് യൂസ് ചെയ്തിട്ടുള്ള
പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മൾ ചെയിൻ റൂൾ പഠിച്ചതാണ്. അപ്പൊ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ ചെയിൻ റൂൾ യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം ഫസ്റ്റ് ചെയ്യാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4. അപ്പൊ നിങ്ങൾ സൈൻ എക്സ് റേസ് ടു 4 ചെയ്ത അതേ മെത്തേഡിൽ ചെയ്യുക. അപ്പൊ എന്താ കിട്ടണ്ടേ? ഫസ്റ്റ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4. അപ്പൊ ഇതിനെ നമ്മൾ യു ആയിട്ട് കൊടുക്കുക. അപ്പൊ ആദ്യം സൈൻ ഇൻവേഴ്സിന്റെ ഡെറിവേറ്റീവ് ആണ് എഴുതേണ്ടത്. അപ്പൊ യു ഈക്വൽ ടു എക്സ് റേസ് ടു 4. അപ്പൊ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് യു കിട്ടും. സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/√1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പൊ യു ആയതുകൊണ്ട് 1/√1 മൈനസ് യു സ്ക്വയർ. അപ്പൊ ഇവിടെ എന്താ കിട്ടുക? യു എക്സ് റേസ് ടു 4. അപ്പൊ സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ. പക്ഷെ ഇവിടെ എക്സ് റേസ് ടു 4 ആയതുകൊണ്ട് യുടെ സ്ഥാനത്ത് എക്സ് റേസ് ടു 4 കൊടുത്താൽ 1/√1 മൈനസ് എക്സ് റേസ് ടു 4 ഹോൾ സ്ക്വയർ. ഇവിടെ എക്സ് റേസ് ടു 4 ആയതുകൊണ്ട് എക്സ് റേസ് ടു 4 ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് ഏതിന്റെ ഡെറിവേറ്റീവ്? എക്സ് റേസ് ടു 4ന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു ചെയ്യണം. എക്സ് റേസ് ടു 4 ഹോൾ സ്ക്വയർ എന്താവും? എക്സ് റേസ് ടു 4 ഇൻറ്റു 2 എക്സ് റേസ് ടു 8. എക്സ് റേസ് ടു 4ന്റെ ഡെറിവേറ്റീവ് 4x 1 കുറച്ചാൽ 3. അപ്പൊ 4x ക്യൂബ്. ഇതാണ് അതിന്റെ ഡെറിവേറ്റീവ് കിട്ടുക. നെക്സ്റ്റ് പ്രോബ്ലം ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് റൂട്ട് എക്സ്. ഇവിടെ എന്ത് തന്നെയാണ്? നമുക്ക് യു ഈക്വൽ ടു റൂട്ട് എക്സ് കൊടുത്താൽ y ഈക്വൽ ടു എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് യു. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് യു സ്ക്വയർ. യു എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് എക്സ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. പക്ഷെ ഇവിടെ എക്സ് അല്ല, എന്താണ്? നമ്മൾ റൂട്ട് എക്സ് ആണ്. അപ്പോ 1/1 പ്ലസ് റൂട്ട് എക്സ് സ്ക്വയർ ഇൻറ്റു പിന്നെ ഏതിന്റെ ഡെറിവേറ്റീവ് വേണം? റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് വേണം. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ്. റൂട്ട് എക്സിന്റെ സ്ക്വയർ എന്താണ്? എക്സ്. അപ്പൊ 1/1 പ്ലസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഈസ് 1/2 റൂട്ട് എക്സ്. നെക്സ്റ്റ് നമുക്ക് ഈ ടൈപ്പ് പ്രോബ്ലംസ് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററായ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ പഠിച്ചത് തന്നെയാണ്. അതൊന്നും കൂടെ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് 2x/1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോ സൈൻ ഇൻവേഴ്സ് 2x/1 പ്ലസ് എക്സ് സ്ക്വയറിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം ഫസ്റ്റ്. അല്ലാതെ ഇത് യു ആയിട്ടൊക്കെ കൊടുത്താൽ നമുക്ക് ചെയ്യാൻ എളുപ്പമല്ല. അതിനുവേണ്ടി സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് സൈനിന്റെ ഒരു ഫോർമുലയുമായിട്ട് റിലേഷൻ ഉണ്ടോ നോക്കണം. 2x/1 പ്ലസ് എക്സ് സ്ക്വയർ നമുക്കറിയാം 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. സൈനിന്റെ ഫോർമുല നോക്കിയാൽ മതി. 2 വരുന്നോട് സൈൻ 2 തീറ്റന്റെ ഫോർമുല മനസ്സിൽ ഓർത്തു വെക്കുക. സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അപ്പൊ ഇവിടെ എക്സിന് ടാൻ തീറ്റ കൊടുത്താല് 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ കിട്ടും. അപ്പൊ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ, ദെൻ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ, സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് ആണ്. അപ്പൊ ഈക്വൽ ടു 2 തീറ്റ, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഇത്രയും നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ സിംപ്ലിഫൈ എന്ന് പറഞ്ഞിട്ട് പഠിച്ചതാണ്. അപ്പൊ സൈൻ ഇൻവേഴ്സ് ഇവിടെ വന്നാൽ സൈനിന്റെ ഫോർമുല ഈ ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ സൈൻ 2 തീറ്റ വരും. അപ്പൊ 2 തീറ്റ വരും, 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടുള്ളത് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കൽ മാത്രമാണ്. dy/dx ഈക്വൽ ടു 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ്. 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സിന് ഡെറിവേറ്റീവ് 1/1 പ്ലസ് എക്സ് സ്ക്വയർ. 2 ഇൻറ്റു 1 എന്താ? 2/1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ഈ ചാപ്റ്ററിൽ ഈ ഒരു ഇത് മാത്രമേ
കൂടുതലായിട്ടുള്ളൂ. ഇത്രയും സെക്കൻഡ് ചാപ്റ്ററിലെ പോർഷനാണ്. ഇതേ ടൈപ്പ് നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതിലും അങ്ങനെ നമുക്കൊരു അറിയുന്ന ഒരു ഫോർമുലയുണ്ട്. കോസ് ഇൻവേഴ്സ് ആയതുകൊണ്ട് ഇവിടെ എന്താണ് കോസിന്റെ ഫോർമുല? എന്താ കോസിന്റെ ഫോർമുല? 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോസ് 2 തീറ്റ ആണ്. അപ്പോൾ ഇവിടെ എന്ത് കൊടുക്കുക? എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ. അപ്പൊ എന്ത് കിട്ടും? തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ കോസ് ഇൻവേഴ്സ് ആയതുകൊണ്ട് ഈ ഒരു ഫോർമുല മനസ്സിൽ കൊണ്ടുവരിക. 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അപ്പൊ കോസ് ഇൻവേഴ്സ് കോസ് 2 തീറ്റ, കോസ് ഇൻവേഴ്സ് കോസ് 2 തീറ്റ, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ നമുക്ക് ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? dy ബൈ ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് 2 ഇൻറ്റു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ 2 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ ഇവിടെ 2 തീറ്റ ആണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? 2 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് 3x മൈനസ് എക്സ് ക്യൂബ് ബൈ 1 മൈനസ് 3x സ്ക്വയർ. അപ്പൊ ഇവിടെ 3 ഒക്കെ വന്നതുകൊണ്ട് ഏത് ഫോർമുല ആയിരിക്കും? 2 തീറ്റ ആയിരിക്കൂല. എന്തായിരിക്കും? ടാൻ 3 തീറ്റ എന്താണെന്ന് നോക്കാം. ടാൻ 3 തീറ്റ ഈക്വൽ ടു 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. അപ്പൊ ഇവിടുത്തെ എക്സിന് പകരം ടാൻ തീറ്റ കൊടുത്താൽ ഇതെന്തായിട്ട് മാറും? ടാൻ 3 തീറ്റ ആകും. അപ്പോ എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ, തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പൊ ടാൻ ഇൻവേഴ്സ് എക്സിന് ടാൻ തീറ്റ ഇവിടെ കൊടുക്കുക. 3 ടാൻ തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. അപ്പൊ ടാൻ ഇൻവേഴ്സ് ടാൻ 3 തീറ്റ ഈക്വൽ ടു 3 തീറ്റ 3 ടാൻ ഇൻവേഴ്സ് എക്സ്. ഹെൻസ് dy ബൈ ഡി എക്സ് ഈക്വൽ ടു 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 3 ഇൻറ്റു 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 3 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പൊ 3 തീറ്റന്റെ ഫോർമുല ആയതുകൊണ്ടാണ് 3 ബൈ കിട്ടിയത്. ഇവിടെ 2 തീറ്റ ആണെങ്കിൽ 2 ബൈ കിട്ടും. നെക്സ്റ്റ്, ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 2x ഇൻറ്റു റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. സൈൻ ഇൻവേഴ്സ് ആയതുകൊണ്ട് സൈനിന്റെ ഫോർമുല നോക്കാം. സൈനിന്റെ ഫോർമുല എന്താ? സൈൻ 2 തീറ്റ ഒന്ന് മനസ്സിലാലോചിച്ച് നോക്കിയേ. സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പൊ നമുക്ക് എക്സ് ഈക്വൽ ടു എന്ത് കൊടുക്കുക? സൈൻ തീറ്റ. എക്സ് സൈൻ തീറ്റ ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ റൂട്ട് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. വാട്ട് ഈസ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ? കോസ് സ്ക്വയർ തീറ്റ. റൂട്ട് കോസ് സ്ക്വയർ ഈക്വൽ ടു കോസ് തീറ്റ. അപ്പൊ സൈൻ ഇൻവേഴ്സ് 2 സൈൻ തീറ്റ കോസ് തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു സൈൻ 2 തീറ്റ. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ 2 തീറ്റ ഈക്വൽ ടു 2 തീറ്റ ഈക്വൽ ടു 2. നമ്മൾ എക്സ് കൊടുത്ത സൈൻ തീറ്റ ആയതുകൊണ്ട് 2 സൈൻ ഇൻവേഴ്സ് എക്സ്. ഹെൻസ് dy ബൈ ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു 1 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് 2 ബൈ റൂട്ട് 1 മൈനസ് എക്സ് സ്ക്വയർ. അപ്പോൾ നമ്മൾ ആ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച എല്ലാ പ്രോബ്ലത്തിന്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ഈ ഒരു സ്റ്റെപ്പ് മാത്രമേ കൂടുതലായിട്ടുള്ളൂ. ഹോംവർക്ക് നോക്കാം. നമ്മൾ അവിടെ ചെയ്തതാണ് സൈൻ ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇത് നമുക്ക് ഏത് ഫോർമുലയാണെന്ന് അറിയാം. 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലം ആണ്. അത് കോസ് 2 തീറ്റയാണ്. അപ്പൊ ഇവിടെ എന്താ കിട്ടുക? സൈൻ ഇൻവേഴ്സ് കോസ് 2 തീറ്റ. സൈൻ ഇൻവേഴ്സ് സൈൻ വന്നാലേ നമുക്ക് കാര്യമുള്ളൂ. പക്ഷെ സൈനിനെ കോസ് ആക്കാൻ നമുക്കറിയാം. എന്താക്കിയാൽ മതി? 90 വന്നാൽ സൈൻ കോസ് ആകും. അപ്പൊ സൈൻ ഇൻവേഴ്സ് സൈൻ
90 മൈനസ് 2 തീറ്റ. അപ്പൊ ഇവിടെ കോസ് ആണെങ്കിൽ ഇവിടെ സൈൻ ഇൻവേഴ്സും ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? സൈൻ 90 മൈനസ് ഇവിടെയുള്ള ആംഗിൾ കൊടുത്താൽ മതി. സൈൻ ഇൻവേഴ്സ് സൈൻ. ഹെൻസ് വി ഗെറ്റ് 90 മൈനസ് 2 തീറ്റ. ദാറ്റ് ഈസ് 90 മൈനസ് 2 ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ ഡെറിവേറ്റീവ് എന്ത് കിട്ടും? 90 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 0 കിട്ടും. അപ്പൊ നെഗറ്റീവ് 2/1 പ്ലസ് എക്സ് സ്ക്വയർ ആൻസർ കിട്ടും. നെഗറ്റീവ് 2/1 പ്ലസ് എക്സ് സ്ക്വയർ. അത് കോസ് ആയതുകൊണ്ട് 90 മൈനസ് വരുന്നു. അതേ ടൈപ്പ് കോസ് ഇൻവേഴ്സ് 2x/1 പ്ലസ് എക്സ് സ്ക്വയർ. അവിടെ അങ്ങനെ 2 ടാൻ തീറ്റ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ഏതിന്റെ ഫോർമുലയാണ്? സൈൻ 2 തീറ്റയാണ്. അപ്പൊ ഇവിടെ സൈൻ വരുമ്പോ എന്താക്കണം? കോസ് 90 മൈനസ് 2 തീറ്റ ആക്കണം. അപ്പോൾ ആൻസർ എന്ത് കിട്ടും? മൈനസ് 2/1 പ്ലസ് എക്സ് സ്ക്വയർ ആൻസർ കിട്ടും. 90 മൈനസ് എഴുതുന്നതുകൊണ്ട്. ഇവിടെ ഏത് ഫോർമുല ആയിരിക്കും? സീക്ക് ഇൻവേഴ്സ് 1/. സീക്ക് 1/ എന്താണ്? കോസ് ആണ് സീക്ക് ആകുക. അപ്പോ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 ഈക്വൽ ടു കോസ് 2 തീറ്റ ആണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ട്രിഗണോമെട്രിയിലെ ഫോർമുല എല്ലാം മറന്നു പോകരുത്, ഓർത്തു വെക്കുക. അപ്പൊ 2 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 1 ഈക്വൽ ടു കോസ് 2 തീറ്റ. അപ്പൊ ഇവിടെ എക്സ് ഈക്വൽ ടു എന്ത് കൊടുക്കുക? കോസ് തീറ്റ കൊടുക്കുക. എക്സ് ഈക്വൽ ടു കോസ് തീറ്റ. അപ്പോ 1 കോസ് 2 തീറ്റ ഈക്വൽ ടു സീക്ക് ഇൻവേഴ്സ് സീക്ക് 2 തീറ്റ ഈക്വൽ ടു 2 തീറ്റ. എക്സ് കോസ് തീറ്റ അല്ലേ? അപ്പൊ 2 ഇൻറ്റു കോസ് ഇൻവേഴ്സ് എക്സ്. ഹെൻസ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് 1/√1 മൈനസ് എക്സ് സ്ക്വയർ. 2 ഉള്ളതുകൊണ്ട് മൈനസ് 2/√1 മൈനസ് എക്സ് സ്ക്വയർ. ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. നമ്മൾ ഇനി അങ്ങോട്ട് ഇന്റഗ്രേഷനിലും വരുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കേണ്ടതാണ്. താങ്ക് യു.